ക്ലാസ് 8 ചാപ്റ്റർ 5 എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് മൂലകങ്ങളും സംയുക്തങ്ങളും അല്ലെ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ പാഠഭാഗം എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. വി നോ ദാറ്റ് ആൾ ഒബ്ജക്റ്റ് അറൗണ്ട് അസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് മോളിക്യൂൾസ്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ ഒബ്ജക്ട്സും എല്ലാ സാധനങ്ങളും മോളിക്യൂൾസിനാൽ നിർമ്മിതമാണ്. ഡിഫറെൻറ്റ് മോളിക്യൂൾസ് കൊണ്ട്, അതായത് തന്മാത്രകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. നമുക്ക് ചുറ്റുമുള്ള ഒരു ഒബ്ജക്റ്റിലെ ഒരു സാധനത്തിൻ്റെ പേരെന്താണ്? H2O അല്ലെ, വാട്ടർ അല്ലെ. ഈ വാട്ടറിലുള്ള ഹൈഡ്രജൻ മോളിക്യൂളും ഓക്സിജൻ മോളിക്യൂളും അല്ലെ, ഈ മോളിക്യൂൾസ് കൊണ്ടാണ് H2 പറഞ്ഞ വാട്ടർ ഉണ്ടായത്. അതായത് ഹൈഡ്രജൻ H2 + O2 gives H2O. ഈ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടാണ് നമുക്ക് വാട്ടർ എന്നുള്ള H2O കിട്ടുന്നത് അല്ലേ. H2O ആണ് വാട്ടർ എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റുമുള്ള ഈ വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ഉണ്ടാവുന്നത് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് കൂടി ചേർന്നാണ്. അതായത് ഹൈഡ്രജൻ മോളിക്യൂളും ഓക്സിജൻ മോളിക്യൂളും കൂടി ചേർന്നാണ് വാട്ടർ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ട്രക്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് അതിൻ്റെ സവിശേഷതകളിലെ അതിൻ്റെ ഘടനകളിൽ എന്തെല്ലാം സവിശേഷതകൾ ഉണ്ടെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ ഡെഫിനിഷൻ, ഇതാണ് ഇമ്പോർട്ടൻറ്റ് അല്ലേ. എന്താണ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? മോളിക്യൂൾസ് ആർ ദി സ്മോളസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സ്റ്റേബിൾ പാർട്ടിക്കിൾസ് ദാറ്റ് ഹാവ് ആൾ ദി ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടീസ് ഓഫ് എ പ്യുവർ സബ്സ്റ്റൻസ്. മോളിക്യൂൾസ് ആർ ദി സ്മോളസ്റ്റ്, ഏറ്റവും ചെറുത്, സ്മോളാണ്, ഇൻഡിപെൻഡൻ്റ് സ്വതന്ത്രമാണ്. ഹൈഡ്രജൻ മോളിക്യൂൾ, ഓക്സിജനൊക്കെ സ്വതന്ത്രമാണ് അല്ലേ, നമ്മുടെ വായിലൊക്കെ സ്വതന്ത്രമാണ്. ഇൻഡിപെൻഡൻ്റ് ആണ് ആൻഡ് സ്റ്റേബിൾ പാർട്ടിക്കിൾ, അതായത് എന്താണ്, സ്ഥിരതയുള്ളതാണ് അല്ലേ, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും അല്ലേ. O2 സ്റ്റേബിളായിട്ട് നിൽക്കും, അതായത് സ്റ്റെബിലിറ്റി ഉള്ളതാണ്. ദാറ്റ് ഹാവ് ആൾ ദി ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടീസ് ഓഫ് എ പ്യുവർ സബ്സ്റ്റൻസ്. അതിനെന്താണ്, ഒരു പ്യുവർ സബ്സ്റ്റൻസിൻ്റെ എല്ലാ സവിശേഷതകളും അല്ലേ, ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടീസും അതിനുണ്ടായിരിക്കും. ഒരു പ്യുവർ സബ്സ്റ്റൻസിലെ ഒരു ശുദ്ധ പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളിലെ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടീസ് എല്ലാം ഈ മോളിക്യൂൾസിന് ഉണ്ടായിരിക്കും അല്ലേ. അതൊരു പ്യുവർ സബ്സ്റ്റൻസിൻ്റെ ശുദ്ധ പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതും സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നതും അല്ലെ, സ്വതന്ത്രമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലനിൽക്കാൻ കഴിയുന്നതും സ്ഥിരതയുള്ളതിലെ സ്റ്റേബിൾ ആയിട്ടുള്ളതും ഏറ്റവും ചെറിയ കണികകളാണ് തന്മാത്രകളെ. സ്മോളസ്റ്റ് ആയിട്ടുള്ളതാണ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്, തന്മാത്രകൾ എന്ന് പറയുന്നത്. അപ്പോൾ മോളിക്യൂൾസ് എന്താണ്, സ്മോളസ്റ്റ് ആണ്, ഇത് ഇൻഡിപെൻഡൻ്റ് ആണല്ലേ, സ്വതന്ത്രമാണല്ലേ. വായുവിലൊക്കെ അങ്ങനെ ഓക്സിജനൊക്കെ അല്ലേ സ്വതന്ത്രമാണ്, അതായത് സ്റ്റേബിൾ ആയിരിക്കും അല്ലേ. O2 H2 എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും, ഒരു സ്ഥിരത ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്യുവർ സബ്സ്റ്റൻസ് ആണ് എന്ത്, മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ മോളിക്യൂൾസ്, ആറ്റംസ് ഒക്കെ. അപ്പോൾ ആറ്റംസ് എന്താണ്, ഇതിനേക്കാളും ചെറുതാണല്ലേ. നമ്മൾ പറഞ്ഞു മോളിക്യൂൾസ് ആണ് ഏറ്റവും സ്മോൾ, ഇതിനേക്കാളും ചെറുതല്ല. ഈ ഹൈഡ്രജൻ പറഞ്ഞ ഒരു മോളിക്യൂളാണ് അല്ലേ, ഈ H2 എന്ന് പറയുന്നത്. ഇതിലുള്ള ഓരോ ഹൈഡ്രജൻ എന്താണ്, ആറ്റങ്ങളാണല്ലേ. അപ്പോൾ ഇതിൽ എത്ര ആറ്റം ഉണ്ട്, 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, ഇതിൽ 2 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. അപ്പോൾ അതിനേക്കാളും ചെറുതില്ലേ, ഒരു ഓക്സിജനും ഒരു ഓക്സിജൻ, 2 ആറ്റങ്ങൾ ചേർന്നിട്ടാണ് ഒരു ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് നെക്സ്റ്റ് പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഹൈഡ്രജൻ്റെ എന്താണ് മോളിക്യൂൾ, ആറ്റംസ് എന്നൊക്കെ പറയുമ്പോൾ ആ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് ഇപ്പം തന്നെ പറഞ്ഞത്. അത് ക്ലിയർ ആക്കുക. അത് ഹൈഡ്രജൻ മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്നിട്ടാണ് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാവുന്നത്, 2 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നിട്ടാണ് ഒരു ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാവുന്നത് അല്ലേ. ഇങ്ങനത്തെ ഈ മോളിക്യൂൾസ് ചേർന്നിട്ടാണ് നമുക്കൊരു സബ്സ്റ്റൻസ് കിട്ടുന്നത് അല്ലേ, ഹൈഡ്രജൻ H2O അല്ലെ, വാട്ടർ കിട്ടുന്നത്. അപ്പോൾ ആറ്റങ്ങൾ ചേർന്നിട്ട് മോളിക്യൂൾസ് ഉണ്ടാവും, മോളിക്യൂൾസ് ചേർന്നിട്ടാണ് നമുക്ക് വാട്ടർ പോലത്തെ സബ്സ്റ്റൻസിൽ എല്ലാ നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ ഒബ്ജക്റ്റുകളും ഉണ്ടാവുന്നത് ഇങ്ങനത്തെ മോളിക്യൂൾസ് ചേർന്നിട്ടാണ്. ഡു യു നോ ദാറ്റ് ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ് ത്രൂ കെമിക്കൽ റിയാക്ഷൻസ് അല്ലെ. കെമിക്കൽ റിയാക്ഷനിലൂടെയാണ് പുതിയ മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ടാണ് നമുക്ക് ഹൈഡ്രജൻ മോളിക്യൂൾ, ഓക്സിജൻ മോളിക്യൂളൊക്കെ കിട്ടുന്നത്. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. ബേൺ എ മഗ്നീഷ്യൻ റിബൺ വിച്ച് ഈസ് സ്ക്രബ്ഡ് ക്ലീൻ. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ. ഒരു മഗ്നീഷ്യൻ റിബൺ എന്താണ്, കത്തിക്കാനാണ്. അതെന്തായിരിക്കണം, നല്ല ക്ലീൻ ആയിട്ടില്ലേ, ഉരച്ച് ക്ലീൻ ആക്കിയിട്ട് സ്ക്രബ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുള്ള മഗ്നീഷ്യൻ റിബൺ കത്തിക്കുക. ഉരച്ച് വൃത്തിയാക്കിയിട്ടുള്ള മഗ്നീഷ്യൻ റിബൺ കത്തിക്കുന്നുണ്ട്. എന്താണ് ഒബ്സർവേഷൻ? അപ്പോൾ ഈ മഗ്നീഷ്യൻ റിബൺ നമ്മൾ ബേൺ ചെയ്യുമ്പോൾ, കത്തിക്കുമ്പോൾ എന്താണ്, ഒരു വെളുത്ത പൊടി നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ അത് തിളങ്ങുന്ന ജ്വാലയോടെ കത്തുന്നില്ലേ, നല്ല തിളക്കമുള്ള ആളി കത്തുന്നത് കാണാം. മഗ്നീഷ്യൻ റിബൺ കത്തിക്കുകയാണ്, അപ്പോൾ അത് നല്ല ജ്വാലയോടെ കത്തുന്നത് കാണാം അല്ലേ. മഗ്നീഷ്യൻ റിബൺ ബേൺസ് വിത്ത് എ ബ്രൈറ്റ് ഫ്ലെയിം അല്ലെ, ജ്വാലയോടെ തിളങ്ങുന്ന ജ്വാല അല്ലെ, ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്ലെയിമോടെ കത്തുന്നത് കാണാം. എ വൈറ്റ് പൗഡർ ഈസ് ഒബ്റ്റെയിൻഡ്. ഒരു വെളുത്ത പൊടിയും ലഭിക്കും. വൈറ്റ് പൗഡർ ഇതിൽ നിന്ന് ലഭിക്കും. മഗ്നീഷ്യമാണ് കത്തിക്കുന്നത്, അപ്പോൾ എന്താണ്, വൈറ്റ് പൗഡർ അല്ലേ, വെളുത്ത പൊടി ലഭിക്കും. അതുപോലെ തന്നെ അതെന്താണ്, നല്ല ആളി കത്തുന്ന ബ്രൈറ്റ് ഫ്ലെയിമോടെ, അതായത് തിളങ്ങുന്ന ജ്വാലയോടെ കത്തുകയും ചെയ്യും. നമ്മൾ കത്തിക്കുകയാണ് ചെയ്യുന്നത്, അപ്പോൾ നല്ല തിളക്കമുള്ള ജ്വാലയായിട്ടില്ലേ മഗ്നീഷ്യം കത്തും. വാട്ട് ഈസ് ദി വൈറ്റ് പൗഡർ ഒബ്റ്റെയിൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി റിയാക്ഷൻ അല്ലേ. ഈ റിയാക്ഷൻ്റെ റിസൾട്ടിൽ നമുക്കതൊരു വൈറ്റ് പൗഡർ കിട്ടി. അതെന്താണ്, മഗ്നീഷ്യം ഓക്സൈഡ് ആണ് അല്ലേ. ഇറ്റ് ഈസ് എ മഗ്നീഷ്യം ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് വെൻ മഗ്നീഷ്യം റിയാക്ട് വിത്ത് ഓക്സിജൻ. മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന മഗ്നീഷ്യം ഓക്സൈഡാണ് നമുക്ക് കിട്ടിയത് അല്ലേ. വൈറ്റ് പൗഡർ കിട്ടിയെന്ന് പറഞ്ഞു. മഗ്നീഷ്യത്തെ ചൂടാക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്, വായുവിൽ ഓക്സിജൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ മഗ്നീഷ്യവും ഓക്സിജനും കൂടി ചേർന്നിട്ട് മഗ്നീഷ്യം ഓക്സൈഡ്, മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ അല്ലേ, അത് മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടുന്നു. അതാണ് വെളുത്ത പൊടിയായിട്ട് കിട്ടുന്നത്, മഗ്നീഷ്യം ഓക്സൈഡാണ്. This is an example for the formation of new molecules when different types of molecules undergo chemical reaction.
ഡിഫറെൻറ്റ് ടൈപ്സ് മോളിക്യൂൾസ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ന്യൂ മോളിക്യൂൾസ് കിട്ടുന്നതിന് ഒരു എക്സാമ്പിളാണ്. ഇത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് മോളിക്യൂൾസ്, മാഗ്നീഷ്യം ഒരു മോളിക്യൂളാണ്, ഓക്സിജൻ വേറൊരു മോളിക്യൂളാണ്, അത് രണ്ടും കൂടി ചേരുമ്പോൾ നമുക്ക് മാഗ്നീഷ്യം ഓക്സൈഡ് എന്നുള്ള പുതിയൊരു മോളിക്യൂൾ കിട്ടി അല്ലേ. ആ റിയാക്ഷന് ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഈ മാഗ്നീഷ്യം റിബൺ കത്തിക്കുന്ന റിയാക്ഷൻ. Similarly, let us see if we can dissociate molecules to make new molecules. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മോളിക്യൂൾസിനെ ഡിസോസിയേറ്റ് ചെയ്യാം, വിഘടിപ്പിക്കാം, ടു മേക്ക് ന്യൂ മോളിക്യൂൾസ് അല്ലേ, പുതിയ മോളിക്യൂൾസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലേ. പുതിയ മോളിക്യൂൾസിനെ ഉണ്ടാക്കാൻ എന്താണ്, ഒരു മോളിക്യൂൾ എടുത്തിട്ട് ഡിസോസിയേറ്റ് ചെയ്യാം അല്ലേ, ഇങ്ങനത്തെ ഒരു മോളിക്യൂളിനെ വിഘടിപ്പിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് പുതിയ രണ്ട് മോളിക്യൂൾസിനെ കിട്ടും. ഇവിടെ രണ്ട് മോളിക്യൂൾസ് നമ്മൾ കൂട്ടിച്ചേർത്തില്ലേ, കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു മോളിക്യൂൾ ഉണ്ടായതാണ്. ഇതുപോലെ ഈ മോളിക്യൂളിനെ വിഘടിപ്പിച്ചിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയ മോളിക്യൂൾസിനെ ഉണ്ടാക്കാനും കഴിയും. അപ്പോൾ ഒരു മോളിക്യൂളിനെ ഡിസോസിയേറ്റ് ചെയ്യുന്ന, വിഘടിപ്പിക്കുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ടേക്ക് സം ഷുഗർ ഇൻ എ ഡ്രൈ ബോയിലിംഗ് ട്യൂബിൽ, ഒരു ഡ്രൈ ആയിട്ടുള്ള ബോയിലിംഗ് ട്യൂബിൽ കുറച്ച് ഷുഗർ എടുക്കുക. കവർ ദി മൗത്ത് ഓഫ് ദി ബോയിലിംഗ് ട്യൂബ് വിത്ത് എ പീസ് ഓഫ് കോട്ടൺ. ഒരു കോട്ടൻ്റെ പീസ് എടുത്തിട്ട് ബോയിലിംഗ് ട്യൂബിൻ്റെ മൗത്തിൽ വായ്ഭാഗം മൂടുക. അവിടെ കണ്ടില്ല, ഒരു കോട്ടൺ എടുത്തിട്ട് വായ്ഭാഗം മൂടിയിട്ടുണ്ട്. ഹീറ്റ് ദി ബോയിലിംഗ് ട്യൂബ് സ്ട്രോങ്ലി ഫോർ എ ഫ്യൂ മിനിറ്റ്സ് അല്ലേ, കുറച്ച് മിനിറ്റ്സ് ആ ബോയിലിംഗ് ട്യൂബ് നന്നായിട്ട് ചൂടാക്കുക അല്ലേ, കത്തിക്കുക, ഹീറ്റ് ചെയ്യിക്കുക. റൈറ്റ് യുവർ ഒബ്സർവേഷൻ, എന്താണ് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നത്. ഒരു കറുത്ത നിറത്തിലൊരു പദാർത്ഥം ബോയിലിംഗ് ട്യൂബിൽ അവശേഷിക്കുന്നില്ല, ഒരു ബ്ലാക്ക് കളറുള്ള ഒരു പദാർത്ഥം ബോയിലിംഗ് ട്യൂബിൽ കാണാം. മാത്രമല്ല അതിൻ്റെ വശങ്ങളിൽ ജലത്തുള്ളികൾ കാണാൻ കഴിയുന്നു അല്ലേ. ഇവിടെ ഒരു വെള്ളത്തുള്ളികൾ കാണാം. നമ്മൾ ചൂടാക്കണം, അടച്ച് ചൂടാക്കുമ്പോൾ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ വെള്ളത്തുള്ളികൾ ചുറ്റും ഇങ്ങനെ കാണാം അല്ലേ. ഒരു പാത്രത്തിൽ അടച്ച് ചൂടാക്കുമ്പോൾ അല്ലേ ആവി ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണാം. അതേപോലെ നമ്മളത് അടച്ചിട്ടാണുള്ളത്, അപ്പോൾ വെള്ളത്തുള്ളികൾ കാണാം. അതേ ബ്ലാക്ക് സബ്സ്റ്റൻസ് ലെഫ്റ്റ് ഇൻ ദി ബോയിലിംഗ് ട്യൂബ്, ബോയിലിംഗ് ട്യൂബിൽ ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ് ലെഫ്റ്റ് ചെയ്യും, ബാക്കി ഉണ്ടാകും. അതുപോലെ വി ക്യാൻ സീ വാട്ടർ ഡ്രോപ്സ് ഓൺ ദി സൈഡ്സ് ഓഫ് ദി ബോയിലിംഗ് ട്യൂബ്, ബോയിലിംഗ് ട്യൂബിൻ്റെ സൈഡ്സിൽ വാട്ടർ ഡ്രോപ്സിലെ വെള്ളത്തിൻ്റെ തുള്ളികൾ, ജലത്തുള്ളികൾ കാണാൻ സാധിക്കും. വാട്ട് ഈസ് ദി ബ്ലാക്ക് സബ്സ്റ്റൻസ് ലെഫ്റ്റ് ഇൻ ദി ബോയിലിംഗ് ട്യൂബ്. ബോയിലിംഗ് ട്യൂബിൽ നമ്മൾ കണ്ട ബ്ലാക്ക് സബ്സ്റ്റൻസ് എന്താണ്, കാർബൺ ആണ്. വാട്ട് ഈസ് ദി സബ്സ്റ്റൻസ് സീൻ ഓൺ ദി സൈഡ്സ് ഓഫ് ദി ബോയിലിംഗ് ട്യൂബ്, ബോയിലിംഗ് ട്യൂബിൻ്റെ സൈഡ്സിൽ എന്താണ്, വെള്ളത്തുള്ളികൾ അല്ലേ, വാട്ടർ ഡ്രോപ്ലെറ്റ്സിലെ ജലത്തുള്ളികളാണ് നമ്മൾ കണ്ടത്. ഡിഡ് യു ഒബ്സർവ് ദാറ്റ് വെൻ ഷുഗർ ഈസ് ഹീറ്റഡ് കാർബൺ ആൻഡ് വാട്ടർ ആർ ഫോംഡ് അല്ലേ. ഷുഗർ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാർബണും വാട്ടറും അല്ലേ, കാർബണാണ് ഈ കറുത്ത സബ്സ്റ്റൻസ് അല്ലേ, ബ്ലാക്ക് സബ്സ്റ്റൻസ്. അതുപോലെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ വാട്ടറും ഫോം ചെയ്യുന്നുണ്ട്, കാർബണും ഫോം ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഷുഗർ ഡിസോസിയേറ്റ് ചെയ്തിട്ട് വിഘടിച്ചിട്ട്, ചൂടാക്കുമ്പോൾ വിഘടിച്ചിട്ട് എന്താണ്, കാർബണും വാട്ടറും അല്ലേ, രണ്ട് മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു. ഷുഗറിനെ നമ്മൾ ചൂടാക്കി, അതായത് ഡിസോസിയേറ്റ് ചെയ്തു, വിഘടിപ്പിച്ചു. അപ്പോൾ നമുക്ക് രണ്ട് മോളിക്യൂൾസ് കിട്ടി. അതൊക്കെയാണ് കാർബണും വാട്ടറും. Through this experiment we can understand that sugar molecules can be broken down through chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ ഷുഗർ മോളിക്യൂളിനെ ബ്രോക്ക് ചെയ്യാം അല്ലേ, വിഘടിപ്പിക്കാം അല്ലേ. ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാക്കി, കാർബണും വാട്ടറും നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഇതിലൂടെ നമുക്കത് മനസ്സിലാക്കാം. ലെറ്റ്സ് ഡു അനദർ എക്സ്പെരിമെൻറ്റ് അല്ലേ, വേറൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ് എന്താണ്, ടേക്ക് സം ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിൽ ഡൈല്യൂട്ട് ആയിട്ടുള്ള HC അല്ലേ, ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. ആൻഡ് ആഡ് എ സ്മോൾ പീസ് ഓഫ് മാഗ്നീഷ്യം ഇൻ ടു ഇറ്റ്. HCl മാഗ്നീഷ്യം ആഡ് ചെയ്യുക. അപ്പോൾ HCl എടുത്തു, അതിലേക്ക് മാഗ്നീഷ്യം ആഡ് ചെയ്തു. ഇതാണ് നമ്മുടെ റിയാക്റ്റൻസ് അല്ലേ, നമ്മൾ റിയാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒബ്ജക്ട്സ്, അതാണ് റിയാക്റ്റൻസ്. നമുക്ക് കിട്ടുന്നതാണ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ HCl എടുത്തു, ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതിലേക്ക് നമ്മൾ ഒരു പീസ് മാഗ്നീഷ്യം ആഡ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടുമാണ് റിയാക്ട് ചെയ്യുന്നത്. ഇൻട്രൊഡ്യൂസ് എ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് ടു ദി മൗത്ത് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത്, വായ്ഭാഗത്തേക്ക് ഒരു ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക്, അതായത് ചന്ദനത്തിരി കത്തിച്ച് കാണിക്കുക. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ, എന്താണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. HCl എന്ന് പറയുന്നത് ഒരു ആസിഡാണില്ലേ, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ആസിഡും മാഗ്നീഷ്യവും റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് നമുക്ക് കാണാം, ടെസ്റ്റ് ട്യൂബിൽ നിന്നൊരു വാതകം, ഒരു ഗ്യാസ് പുറത്തേക്ക് വരുന്നത് കാണാം. ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്തേക്ക് നമ്മൾ ചന്ദനത്തിരി കാണിക്കുമ്പോൾ ആ ഗ്യാസ്, പുറത്തേക്ക് വരുന്ന ഗ്യാസ് എന്താണ്, ഒരു പോപ്പ് എന്ന ശബ്ദത്തോടെ കത്തുന്നു. കൂടാതെ ടെസ്റ്റ് ട്യൂബിൻ്റെ വശത്ത് ജലത്തുള്ളികൾ രൂപം കൊള്ളുന്നു. എ ഗ്യാസ് ഈസ് ബബിൾഡ് ഫ്രം ദി ടെസ്റ്റ് ട്യൂബിൽ. ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഒരു ഗ്യാസ്, ഒരു വാതകം പുറത്ത് വരുന്നത് നമുക്ക് കാണാം. അതുപോലെ വെൻ എ ബേണിംഗ് ഇൻസ്റ്റൻസ് സ്റ്റിക്ക് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദി മൗത്ത് ഓഫ് ദി ടെസ്റ്റ് ട്യൂബിൽ. ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിലേക്ക് ഒരു ബേണിംഗ് ഇൻസ്റ്റൻസ് സ്റ്റിക്ക്, അതായത് ചന്ദനത്തിരി കത്തിക്കുമ്പോൾ ആ ഗ്യാസിലെ പുറത്തേക്ക് വരുന്ന ആ ഗ്യാസ്, ദി ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. ആ ഗ്യാസ് ഒരു പോപ്പ് സൗണ്ടോട് കൂടെ കത്തുന്നത് കാണാം. ആൾസോ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആർ ഫോംഡ് ഓൺ ദി സൈഡ്സ് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡ്സിൽ വാട്ടർ ഡ്രോപ്സ് ജലത്തുള്ളികൾ രൂപം കൊള്ളുന്നു. നമുക്ക് ഈ റിയാക്ഷനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. HCl നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് എന്താണ്, മാഗ്നീഷ്യമാണ് ഇട്ടത്. അപ്പോൾ മാഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും HCl റിയാക്ട് ചെയ്തിട്ട് മാഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു. മാഗ്നീഷ്യം പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് പറഞ്ഞാൽ HCl അല്ലേ, മാഗ്നീഷ്യം Mg, HCl ഹൈഡ്രോക്ലോറിക് ആസിഡും റിയാക്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടും റിയാക്ട് ചെയ്താൽ മാഗ്നീഷ്യം ക്ലോറൈഡ് അല്ലേ.
മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും ഇത് ബാലൻസ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. MgCl2 ഇവിടെ 2 ഒക്കെ ഇട്ടിട്ട് ബാലൻസ് ചെയ്യാനുണ്ട്, അത് ഞാൻ ചെയ്യുന്നില്ല. മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും റിയാക്ട് ചെയ്യുമ്പോൾ ഈ മഗ്നീഷ്യം ക്ലോറിനും കൂടി ചേർന്നിട്ട് മഗ്നീഷ്യം ക്ലോറൈഡും പിന്നെ ഹൈഡ്രജൻ ഗ്യാസും, അതാണ് ഗ്യാസ് നമുക്ക് പുറത്തേക്ക് വരുന്ന ഗ്യാസ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും റിയാക്ട് ചെയ്യുമ്പോൾ മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ ഈ ഹൈഡ്രജൻ ഗ്യാസിനെ അല്ലേ അതെടുത്തിട്ട് എന്താണ് കളക്ട് ദി ഹൈഡ്രജൻ ഗ്യാസ് ഒബ്റ്റൈൻഡ് ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ് ഇൻ ടു അനദർ മോയ്സ്ചർ ഫ്രീ ടെസ്റ്റ് ട്യൂബിൽ, വേറൊരു മോയ്സ്ചർ ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുക. ആൻഡ് ഇൻട്രൊഡ്യൂസ് എ ബേണിംഗ് ഇൻസ്റ്റൻറ്റിക് ട്വീറ്റ്, അതിലേക്ക് ഒരു ചന്ദനത്തിരി കത്തിച്ച് കാണിക്കുക. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ, എന്താണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. When a burning incense stick is shown to hydrogen gas that collected to a moisture free test tube, മോയ്സ്ചർ ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റ് ട്യൂബിൽ കളക്ട് ചെയ്ത ഹൈഡ്രജൻ ഗ്യാസ് നമ്മളൊരു ചന്ദനത്തിരി കത്തിച്ച് കാണിക്കുമ്പോൾ ദി ഗ്യാസ് ബേൺ ബൈ ഇറ്റ് സെൽഫ് സ്വയം കത്തുന്നത് കാണാം. ആൻഡ് വാട്ടർ ഡ്രോപ്സ് ആർ ഫോംഡ് ഓൺ ദി സൈഡ്സ് ഓഫ് ദി ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ എന്താണ് വാട്ടർ ഡ്രോപ്സിലെ ജലത്തുള്ളികളും കാണാം. നമുക്ക് കിട്ടിയ ഈ ഹൈഡ്രജൻ ഗ്യാസിനെ നമ്മളൊരു മോയ്സ്ചർ ഫ്രീ ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് ഒരു ബേണിംഗ് ഇൻസ്റ്റൻസ് സ്റ്റിക്കിലെ ചന്ദനത്തിരി കത്തിച്ചാൽ എന്താണ് ഈ ഹൈഡ്രജൻ സ്വയം കത്തുന്നതില്ലേ ഇറ്റ് സെൽഫ് ബേൺ ബൈ ഇറ്റ് സെൽഫിലെ സ്വയം കത്തുന്നത് കാണാൻ കഴിയും. അതേപോലെ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ എന്താണ് വെള്ളത്തുള്ളികൾ ഉണ്ടാവും അല്ലേ, ജലത്തിൻ്റെ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവും. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദി പ്രസൻസ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഓൺ ദി സൈഡ്സ് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. സൈഡ്സ് ഓഫ് ദി ടെസ്റ്റ് ട്യൂബിൽ വെള്ളത്തുള്ളികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് എന്ത് മനസ്സിലാക്കാം അല്ലേ, വെള്ളം വാട്ടർ നമുക്ക് കിട്ടുന്നു അല്ലേ, പ്രൊഡക്റ്റായിട്ട് വെള്ളമാണ് കിട്ടിയത്, വാട്ടർ കിട്ടുന്നു. അതായത് ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ് ഹൈഡ്രജൻ കളക്റ്റഡ് ഇൻ എ ഡ്രൈ ടെസ്റ്റ് ട്യൂബ് റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ടർ. നമ്മൾ ഡ്രൈ ടെസ്റ്റ് ട്യൂബിൽ ഹൈഡ്രജൻ ഗ്യാസ് ഇല്ലേ അതിൻ്റെ വായുഭാഗത്ത് എന്താണ് നമ്മൾ ചന്ദനത്തിരി കത്തിച്ചു, അതായത് ഓക്സിജനുമായിട്ടില്ലേ ആ വായുവിലുള്ള ഓക്സിജനുമായിട്ടാണ് ഹൈഡ്രജൻ റിയാക്ട് ചെയ്തത്, അതുകൊണ്ടാണ് നമുക്ക് വാട്ടർ കിട്ടിയത്. H2 + O2 gives H2O അല്ലേ, ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും കൂടി ചേർന്നിട്ട് നമുക്ക് വാട്ടർ അല്ലേ H2O കിട്ടുന്നു അല്ലേ. നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിൻ്റെ വായുഭാഗത്ത് എന്താണ് ചന്ദനത്തിരി കത്തിച്ചപ്പോൾ അവിടെ എന്താണ് വായുവിലുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ട്യൂബിൽ എന്താണ് വെള്ളത്തുള്ളികൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അല്ലേ ജലത്തുള്ളികൾ കണ്ടു, അതായത് വാട്ടർ കിട്ടി അല്ലേ. വാട്ടർ അതായത് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് നമുക്ക് H2O അല്ലേ വാട്ടർ കിട്ടുക. ഹെൻറി കാവൻഡിഷ് പ്രൂവ്ഡ് ദാറ്റ് വാട്ടർ ഈസ് എ സബ്സ്റ്റൻസ് മെയ്ഡ് അപ്പ് ഓഫ് മോർ ദാൻ വൺ എലമെൻറ്റ്. ഒന്നിലധികം എലമെൻസിനോട് ഉണ്ടാക്കിയതാണ് വാട്ടർ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് എന്ന് പ്രൂവ് ചെയ്തത് തെളിയിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ ഓക്സിജനിലെ ഒന്നിലധികം എലമെൻസ് കൂടി ചേർന്നിട്ടാണ് വാട്ടറിൽ H2O ഉണ്ടായത് എന്ന് തെളിയിച്ചത് പ്രൂവ് ചെയ്തത് ഹെൻറി കാവൻഡിഷ് ആണ്. അത് ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് തെളിയിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഒന്നിലധികം ഘടകങ്ങൾ ചേർന്നിട്ടാണ് വാട്ടർ ഉണ്ടാകുന്നത്. His experiment of burning hydrogen gas in the presence of oxygen helped to know about the components of water. വാട്ടറിൻ്റെ കമ്പോണൻസിനെ കുറിച്ചിട്ട് അറിയാൻ സഹായിച്ചത് ഹെൽപ്പ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഈ എക്സ്പെരിമെൻറ്റ് നമ്മളിപ്പോൾ ചെയ്തത് ഹൈഡ്രജൻ ഗ്യാസിനെ ഓക്സിജൻ്റെ പ്രസൻസിൽ ബേൺ ചെയ്ത് ചൂടാക്കിയില്ലേ, ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജനും ചൂടാക്കിയപ്പോഴാണ് വാട്ടർ കിട്ടിയത്. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റാണ് അദ്ദേഹത്തെ ഇതിലേക്ക് നയിച്ചത്. സർ ഹംഫ്രി ഡേവി ഡിസ്കവർഡ് ദാറ്റ് വാട്ടർ കുഡ് ബി സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ്. ഹംഫ്രി ഡേവി ഡിസ്കവർ ചെയ്തത് കണ്ടുപിടിച്ചത് എന്താണ് വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആക്കി മാറ്റാം ബൈ പാസിങ് ഇലക്ട്രിസിറ്റി, അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടില്ലേ ത്രൂ ഇറ്റില്ലേ അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ വാട്ടറിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടില്ലേ വിഘടിപ്പിക്കാം അല്ലേ, സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റാം. അപ്പോൾ നമ്മുടെ ഹെൻറി കാവൻഡിഷ് കണ്ടുപിടിച്ചത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ട് H2 ആവുന്നു. ഈ H2നെ തിരിച്ചിട്ടില്ലേ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ തിരിച്ചു ആക്കാം അല്ലേ, H2നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വിഘടിപ്പിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനും കിട്ടും. അതാണ് ആര് സർ ഹംഫ്രി ഡേവി കണ്ടുപിടിച്ചത് പ്രൂവ് ചെയ്തത്. സർ ഹംഫ്രി ഡേവി ഡിസ്കവർ ചെയ്തത് എന്താണ് വാട്ടറിനെ നമുക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താലല്ലേ ഇതിൽ കറണ്ട് പാസ് ചെയ്താൽ നമുക്ക് എന്താ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആക്കാം. ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ എന്താണ് ഹൈഡ്രജനും ഓക്സിജനും അല്ല ഇതിലുള്ളത്, സ്പ്ലിറ്റ് ചെയ്താൽ നേരെ തിരിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനും കിട്ടുമെന്ന് പ്രൂവ് ചെയ്ത് ഡിസ്കവർ ചെയ്തതാണ് ഹംഫ്രി ഡേവി. വിച്ച് ആർ ദി സബ്സ്റ്റൻസസ് ഒബ്റ്റൈൻഡ് വെൻ വാട്ടർ ഇസ് ഡിസോസിയേറ്റഡ്. വാട്ടർ ഡിസോസിയേറ്റ് ചെയ്തപ്പോൾ വിഘടിപ്പിച്ചപ്പോൾ ഏതൊക്കെ സബ്സ്റ്റൻസ് ആണ് കിട്ടുക അല്ലേ, ഹൈഡ്രജനും ഓക്സിജനും. ക്യാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ബി ഫർദർ സ്പ്ലിറ്റ് ഇൻ ടു കമ്പോണൻസ്. ഈ ഹൈഡ്രജനും ഓക്സിജനും വീണ്ടും നമുക്ക് കമ്പോണൻസ് ആക്കി മാറ്റാൻ സാധിക്കുമോ, അതാണ് ആറ്റംസ് ഇല്ലേ നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഇതിലെത്ര ഈ ഹൈഡ്രജന് സ്പ്ലിറ്റ് ചെയ്താൽ 2 ഹൈഡ്രജൻ ആറ്റം കിട്ടും, ഓക്സിജനിൽ എന്താണ് 2 ഓക്സിജൻ ആറ്റങ്ങളുണ്ട്. ഇതെന്താണ് മോളിക്യൂളാണ്, ഈ മോളിക്യൂൾസിൽ 2 ആറ്റംസ് ഉണ്ട്. ആറ്റം. We have learned that molecules are the smallest particles obtained by dissociating various substances having their fundamental properties. ഇനി നമ്മൾ ലേൺ ചെയ്തതാണ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് സബ്സ്റ്റൻസിനെ ഡിസോസിയേറ്റ് ചെയ്ത് കിട്ടുന്ന സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ആണ് മോളിക്യൂൾസ് എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു. വാട്ട് ഇഫ് മോളിക്യൂൾസ് ആർ സ്പ്ലിറ്റ് അഗെയിൻ. ഈ മോളിക്യൂൾസിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും. ആറ്റംസ് ആർ ഒബ്റ്റൈൻഡ് വെൻ മോളിക്യൂൾസ് ആർ സ്പ്ലിറ്റ് അല്ലേ, മോളിക്യൂൾസിനെ വിഘടിപ്പിക്കുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആറ്റംസ് കിട്ടുന്നു. ഏറ്റവും ചെറുത് മോളിക്യൂൾസ് ആണെന്ന് പറഞ്ഞു, ആ മോളിക്യൂൾസ് അതായത് ഹൈഡ്രജൻ H2O2 അതിനെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താണ് H2 എന്ന് പറയുന്നത് 2 ഹൈഡ്രജൻ ആറ്റമാണ്, അതായത് വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആറ്റംസ് കിട്ടുന്നു. H2 എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ ആറ്റംസ് ചേർന്നതാണ് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ.
അപ്പോൾ ഏറ്റവും ചെറിയ ഹൈഡ്രജൻ മോളിക്യൂളിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ വീണ്ടും വിഘടിച്ചാൽ നമുക്ക് 2 ആറ്റംസ് കിട്ടുന്നു അല്ലേ, ആറ്റംസ്. അപ്പോൾ അതിനേക്കാളും ഏറ്റവും ചെറുത് ഏതാണ്? ആറ്റംസ് ആണല്ലേ. ഇതിൽ 2 ആറ്റം ഉണ്ട് അല്ലേ, 2 ഹൈഡ്രജൻ ആറ്റംസ് ചേർന്നതാണ് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ. ദി മോളിക്യൂൾസ് ഓഫ് എവറി സബ്സ്റ്റൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് ആറ്റംസ്. എല്ലാ സബ്സ്റ്റൻസിലുള്ള മോളിക്യൂൾസ് മെയ്ഡ് ചെയ്തത് മൈന്യൂട്ട് ആറ്റംസ് കൊണ്ടാണ്, അതായത് സൂക്ഷ്മമായിട്ടുള്ള ആറ്റംസിൽ ഏറ്റവും ചെറിയ ആറ്റങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് മോളിക്യൂൾ ഉണ്ടാക്കിയത് അല്ലേ. നമ്മൾ ഇത്രയും പറഞ്ഞത് തന്നെയാണ് അല്ലേ, ആറ്റങ്ങളിലെ ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ ആറ്റം ചേർന്നതാണ് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുന്നത്. ആൾ സബ്സ്റ്റൻസ് ഇൻ ദി യൂണിവേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. എല്ലാ സബ്സ്റ്റൻസിനെയും യൂണിവേഴ്സിറ്റിയിലെല്ലാം നിർമ്മിച്ചത് ആറ്റങ്ങൾ കൊണ്ടാണ്. ദി വേർഡ് ആറ്റം കംസ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് ആറ്റമോസ് വിച്ച് മീൻസ് ഇൻഡിവിസിബിൾ. ആറ്റമോസ് എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ആറ്റം എന്നുള്ള വേർഡ് ഉണ്ടായത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻഡിവിസിബിൾ അല്ലേ, ഡിവൈസ് ചെയ്യാൻ കഴിയാത്തത്, അതായത് വിഭജിക്കാൻ കഴിയാത്തത്, ഡിവൈഡ് ചെയ്യാൻ അല്ലേ, ഡിവിസിബിൾ അല്ലാത്തത് ഇൻഡിവിസിബിൾ. ആറ്റത്തിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല അല്ലേ, എങ്ങനെ വിഭജിക്കാൻ, മുറിക്കാൻ കഴിയാത്തത് അല്ലേ, ആ അർത്ഥമാണ് ആറ്റമോസ് എന്നുള്ള വേർഡിനുള്ളത്. ഡെമോക്രിറ്റസ് പ്രപ്പോസ്ഡ് ദാറ്റ് ആൾ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കാൾഡ് ആറ്റംസ്. എല്ലാ മാറ്ററും, അതായത് എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചത് എന്താണ്? ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾ, ആറ്റങ്ങൾ കൊണ്ടാണ്. നമ്മൾ പറഞ്ഞു ആറ്റത്തിൻ്റെ മീനിങ്ങിൽ ഇൻഡിവിസിബിൾ, വിഭജിക്കാൻ കഴിയാത്ത ഈ ആറ്റങ്ങൾ കൊണ്ടാണ് എല്ലാ മാറ്റേഴ്സും ഉണ്ടാക്കിയതെന്ന് പ്രപ്പോസ് ചെയ്തതിൽ ഈ സിദ്ധാന്തം കൊണ്ടുവന്നത് ഡെമോക്രിറ്റസ് ആണ്. ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ്. അതുപോലെ തന്നെ എന്തിനാണിത് ഡാൾട്ടൺ പ്രപ്പോസ് ചെയ്തത്? ആറ്റത്തിൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലേ, ആറ്റത്തിൻ്റെ നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ആറ്റോമിക് തിയറി എന്തിനാണ്? ടു എക്സ്പ്ലെയിൻ ദി നേച്ചർ ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ സ്വഭാവം വിശദീകരിക്കാൻ വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്ത തിയറിയാണ് ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി. അതിൽ ഡാൾട്ടൺ കൊണ്ടുവന്ന ഐഡിയാസ് ഏതൊക്കെയാണ്? ഇതൊക്കെയാണ് ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി എന്ന് പറയുന്നത്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അപ്പോൾ എന്താണ് ആറ്റം എന്ന് പറഞ്ഞാൽ? എന്താണ് ആറ്റത്തിൻ്റെ സ്വഭാവം അല്ലേ, എന്തൊക്കെ നേച്ചറാണ് ആറ്റം കാണിക്കുന്നത് അല്ലേ. ആൾ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കാൾഡ് ആറ്റംസ്. എല്ലാ മാറ്ററും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റം കൊണ്ടാണ് അല്ലേ, മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് അല്ലേ, മൈന്യൂട്ടായിട്ടുള്ള ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ്, അതാണ് ആറ്റംസ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, ആൻ ആറ്റം ഈസ് ദി സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ, സ്മോളസ്റ്റ് പാർട്ടിക്കിളാണ് ആറ്റം എന്ന് പറയുന്നത്. ആൻ ആറ്റം കനോട്ട് ബി ഡിവൈഡഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഇടയിൽ ആറ്റത്തെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല, അതായത് ഇൻഡിവിസിബിൾ ആണല്ലേ, ഡിവൈഡ് ചെയ്യാൻ, വിഭജിക്കാൻ കഴിയാത്തതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. ആറ്റം ഇൻഡിവിസിബിൾ ആണ്, വിഭജിക്കാൻ കഴിയില്ല, സ്മോളസ്റ്റ് പാർട്ടിക്കിളാണ്. ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ മാറ്ററും മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ആറ്റം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് അല്ലേ, മെയ്ഡ് ചെയ്തതാണ്. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, ആൻ ആറ്റം കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്. ആറ്റത്തെ എന്താണ്? നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ അല്ലെ, ഡിസ്ട്രോയ് ചെയ്യാനോ കഴിയില്ല. ഡിസ്ട്രോയ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനില്ല, അതിനെ നിർമ്മിക്കാനും നശിപ്പിക്കാനും കഴിയില്ല. അതിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല, ഇൻഡിവിസിബിൾ ആണല്ലേ, ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല അല്ലേ, ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ ഒന്നിനും കഴിയില്ല ആറ്റത്തെ. ആൾ ആറ്റംസ് ഓഫ് ആൻ എലമെൻറ്റ് ആർ ഓഫ് ദി സെയിം സൈസ്, പ്രോപ്പർട്ടി ആൻഡ് മാസ്. ഒരു എലമെൻറ്റിലുള്ള ആറ്റത്തിന് എല്ലാത്തിനും എന്തായിരിക്കും? ഒരേ സൈസായിരിക്കും, പ്രോപ്പർട്ടി ആയിരിക്കും, മാസ് ആയിരിക്കും. അതൊരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം അല്ലേ, അതിലുള്ള ആറ്റങ്ങൾക്കെല്ലാം ഒരു മൂലകത്തിലുള്ള ഒരു എലമെൻ്റ് അല്ലേ, അതിലുള്ള ആറ്റങ്ങളെല്ലാം എന്തായാലും ഒരുപോലെ ആയിരിക്കും, എല്ലാ ആറ്റങ്ങളും അല്ലേ, ഒരു കൂട്ടിൻ്റെ ഉള്ളിലുള്ള ആറ്റങ്ങളെല്ലാം അല്ലേ, അതിനെല്ലാം ഒരേ സ്വഭാവമായിരിക്കും, വലിപ്പം സെയിം ആയിരിക്കും, അതിൻ്റെ ഗുണങ്ങളും മാസും അല്ലേ, അതിൻ്റെ വെയിറ്റ് അല്ലേ, അതിൻ്റെ മാസ്, സൈസ്, പ്രോപ്പർട്ടി, അതിൻ്റെ സ്വഭാവം എല്ലാം എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും, സെയിം ആയിരിക്കും. ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഡിഫർ ഇൻ ദർ സൈസ്, പ്രോപ്പർട്ടി ആൻഡ് മാസ് അല്ലേ. ഡിഫറെൻറ്റ് എലമെൻറ്റ്സിലുള്ളതിന് എന്തായിരിക്കും? അതിൻ്റെ സൈസിലും പ്രോപ്പർട്ടിയിലും മാസിലും ഒക്കെ എന്താണ്? ഡിഫറൻസ് ഉണ്ടായിരിക്കും, വ്യത്യാസം കാണിക്കും അല്ലേ. വ്യത്യസ്ത മൂലകങ്ങളിലുള്ള ആറ്റങ്ങൾക്ക് എന്താണ്? വലുപ്പത്തിലും ഗുണത്തിലും മാസിലും വ്യത്യാസമുള്ളവയായിരിക്കും. അതായത് ഒരു എലമെൻറ്റിലുള്ള അല്ലേ, ഒരു പെട്ടിക്കുള്ളിലുള്ള ആറ്റംസിനെല്ലാം ഒരു സ്വഭാവമായിരിക്കും, വേറൊരു എലമെൻറ്റിലുള്ള ആറ്റത്തിന് എന്തായിരിക്കും? വേറെ സ്വഭാവമായിരിക്കും, വേറൊരു എലമെൻറ്റിലുള്ള ആറ്റത്തിന് വേറെ സ്വഭാവമായിരിക്കും. അതായത് ഒരു ഇതിൻ്റെ ഉള്ളിലുള്ളതിനെല്ലാം ഒരു സ്വഭാവമായിരിക്കും, വേറെ ഒന്നിനുള്ളതിന് വേറെ സ്വഭാവമായിരിക്കും. പക്ഷേ ഇതിൻ്റെ സ്വഭാവമായിരിക്കില്ല ഇതിൻ്റെ സ്വഭാവം അല്ലേ, ഇങ്ങനെ വേറെ എലമെൻറ്റില്ലേ, ഈ എലമെൻറ്റിലുള്ള സ്വഭാവമായിരിക്കില്ല അടുത്ത എലമെൻറ്റില്ലേ. ഡിഫറെൻറ്റ് എലമെൻറ്റിലുള്ളതിന് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും, ഡിഫറെൻറ്റ് ഇയർ സൈസിൽ. ഈ സൈസ് ആയിരിക്കില്ല ഇതിലുള്ള സൈസ്, പക്ഷേ ഇതിലുള്ളതിനെല്ലാം എന്തായാലും ഒരേ സൈസും ഒരേ പ്രോപ്പർട്ടിയും ഒരേ മാസും വെയിറ്റും എല്ലാം സെയിം ആയിരിക്കും അല്ലെ. അതേപോലെ ആയിരിക്കില്ല വേറെ ഒന്നിലുള്ളത്. അതായത് ഡിഫറെൻറ്റ് എലമെൻറ്റിൽ ഡിഫറെൻ്റ് ആയിരിക്കും, ഒരേ എലമെൻറ്റിൽ ഒരേ സൈസും ഒരേ മാസും ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും. രണ്ട് പ്രോപ്പർട്ടി ഒറ്റയടിക്ക് നമ്മൾ പഠിച്ചു അല്ലേ. അതേപോലെ തന്നെ അതിനെ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ കഴിയില്ല, അതിനെ ഡിവൈഡ് ചെയ്യാനും കഴിയില്ല അല്ലേ, ഇൻഡിവിസിബിൾ ആണ്, ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. സ്മോളസ്റ്റ് ഏറ്റവും ചെറുതാണ് ആറ്റം എന്ന് പറയുന്നത്. അതുപോലെ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ, എല്ലാ മാറ്ററും എന്താണ്? മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ആറ്റം കൊണ്ട് ഉണ്ടാക്കിയതാണ് അല്ലേ, മെയ്ഡ് ചെയ്തതാണ്. ആകെ എത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. ഇതാണ് ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി. You know that a water molecule is made up of 2 atoms of hydrogen and 1 atom of oxygen. നിങ്ങൾക്കറിയാം അല്ലേ, വാട്ടർ മോളിക്യൂളിൽ H2O എന്ന് പറയുന്നത് 2 ഹൈഡ്രജൻ ആറ്റവും അതുപോലെ 1 ഓക്സിജൻ ആറ്റവും കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഒരു ഓക്സിജൻ ആറ്റം 2 ഹൈഡ്രജൻ ആറ്റവും കൂടി ചേർന്നിട്ട് ഒരു H2O മോളിക്യൂൾ വാട്ടർ മോളിക്യൂൾ ഉണ്ടായി.
നെക്സ്റ്റ് മോളിക്യൂൾസ് തന്നിട്ടുണ്ട് അല്ലേ, അമോണിയ, ഓക്സിജൻ, ക്ലോറിൻ, അതിൻ്റെ ആറ്റംസ് ഇന്നെ മോളിക്യൂൾ, ഇതിലുള്ള ആറ്റംസ് അല്ലേ, നമ്മൾ വാട്ടർ മോളിക്യൂൾസിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് കണ്ടു അല്ലേ, 2 ഹൈഡ്രജൻ ആറ്റം 1 ഓക്സിജൻ ആറ്റം. അമോണിയ എന്ന് പറഞ്ഞാൽ എന്താണ്, NH3 അല്ലേ. അമോണിയൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്, NH3 ആണ്, വാട്ടറിൻ്റെ H2 അല്ലേ. അതേപോലെ അമോണിയ എന്ന് പറയുന്നത് NH3 ആണ്, അതായത് 1 നൈട്രജൻ ആറ്റവും 3 ഹൈഡ്രജൻ ആറ്റവും അല്ലേ, 3 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ, NH3 അല്ലേ, H 3 എണ്ണമാണ്, അതായത് 3 ഹൈഡ്രജൻ ആറ്റവും 1 നൈട്രജൻ ആറ്റവും അല്ലേ. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്, O2, അതായത് 2 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നതാണ് ഒരു ഓക്സിജൻ മോളിക്യൂൾ അല്ലേ. ആറ്റങ്ങൾ ചേർന്നിട്ടല്ലേ മോളിക്യൂൾസ് ഉണ്ടാകുന്നത് അല്ലേ, 2 ആറ്റംസ് ഓഫ് ഓക്സിജൻ അല്ലേ. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ക്ലോറിൻ അല്ലേ, Cl2 അല്ലേ, 2 ക്ലോറിൻ ആറ്റങ്ങൾ ചേർന്നതാണ് ഒരു ക്ലോറിൻ മോളിക്യൂൾ, 2 ആറ്റംസ് ഓഫ് ക്ലോറിൻ. മീഥെയ്ൻ എന്ന് പറഞ്ഞാൽ എന്താണ്, CH4 എന്നാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല അല്ലേ, മീഥെയ്ൻ CH4. അപ്പോൾ ഒരു കാർബൺ ആറ്റം അതുപോലെ 4 ഹൈഡ്രജൻ ആറ്റം അല്ലേ, CH4 ആണ്, 4 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ. നെക്സ്റ്റ് ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ H2 അല്ലേ, 2 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ ആറ്റം ചേർന്നതാണ് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ. നെക്സ്റ്റ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ CO2 അല്ലേ, ഒരു കാർബൺ ആറ്റവും അതുപോലെ 2 ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നതാണ് ഒരു കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞ മോളിക്യൂൾ. ഇതിൽ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് ഉള്ള മോളിക്യൂൾസ് ഏതൊക്കെയാണ്, സെയിം ആറ്റംസ് അല്ലേ, 2 ആറ്റം ഓഫ് ഓക്സിജൻ, 2 ഓക്സിജൻ ആറ്റം അല്ലേ, സെയിം ആണ്, 2ഉം ഓക്സിജൻ ആണ്, 2ഉം ക്ലോറിൻ ആണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്, സെയിം ആറ്റംസ് ആണ്, അതായത് ഓക്സിജൻ, ക്ലോറിൻ, അതുപോലെ ഹൈഡ്രജൻ അല്ലേ. H2 എന്നുള്ളതിൽ 2 ഹൈഡ്രജൻ ആറ്റം, 2 ഹൈഡ്രജൻ ആണ്, അപ്പോൾ സെയിം ആറ്റംസ് ആണ് ഉള്ളത്. ഡിഫറെൻറ്റ് ആറ്റംസ് ഉള്ളത് ഏതൊക്കെയാണ് മോളിക്യൂൾസിലെ, ഇതിൽ 1 നൈട്രജനും 2 ഹൈഡ്രജൻ അല്ലേ, ഡിഫറെൻറ്റ് ആറ്റംസ് ആണ് ഉള്ളത് അല്ലേ. ഇതിലോ മീഥെയിലും 1 കാർബണും 2 ഹൈഡ്രജൻ, ഡിഫറെൻറ്റ് ആറ്റം അല്ലേ, ഇത് രണ്ടും സെയിം അല്ലല്ലോ. പക്ഷേ ഇതിൽ 2 ക്ലോറിൻ, 2 ഓക്സിജൻ, 2 ഓക്സിജൻ ആണ്, 2ഉം ക്ലോറിൻ, അപ്പോൾ സെയിം ആറ്റംസ് ആണ്. ഇതിലൊക്കെ എന്താണ്, ഡിഫറെൻറ്റ് ആറ്റംസ് ആണ് അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡിൽ 1 കാർബണും 2 ഓക്സിജനും ആണ്, അപ്പോൾ ഡിഫറെൻറ്റ് ആറ്റംസ് ആണുള്ളത് അല്ലേ. ഇതൊരു വേറെ ആറ്റാണ്, ഇത് വേറെ ആറ്റാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ആറ്റംസ് ഉള്ളതിനെ നമുക്ക് എന്ത് പറയാം, കോമ്പൗണ്ട്സ് അല്ലേ. സെയിം ആറ്റംസ് ഉള്ളതിനെ എലമെൻറ്റ്സ് എന്ന് പറയാം. ഓക്കെ, സെയിം ആറ്റം ഓക്സിജൻ എന്താണ്, ഒരു എലമെൻ്റ് ആണ്, ക്ലോറിൻ അല്ലേ, 2ഉം ക്ലോറിൻ ആണ് അല്ലേ, സെയിം ആറ്റംസ് ആണ്, Cl2 H2 അല്ലേ, 2ഉം ഹൈഡ്രജൻ ആണ്, അതിനെ എലമെൻറ്റ്സ് എന്നും പറയാം അല്ലേ. ഡിഫറെൻറ്റ് ആറ്റംസ് ഉള്ളതിനെ കോമ്പൗണ്ട് ആണല്ലേ, ഇതിൽ കോമ്പൗണ്ട് ആയിട്ടാണ്, അതായത് 2 കൂടി ചേർന്നിട്ടാണ് നൈട്രജൻ ഹൈഡ്രജൻ ഒരു കോമ്പൗണ്ട് ആണ്, മിശ്രിതമാണ് അല്ലേ. കോമ്പൗണ്ട്സ്, കോമ്പൗണ്ട് അല്ലേ, മീഥെയിൻ കോമ്പൗണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഒരു കോമ്പൗണ്ട് ആണ്, 2 കൂടി ചേർന്നിട്ടുള്ളതാണ്. എലമെൻ്റ് എന്ന് പറഞ്ഞാൽ സെയിം ആറ്റംസ്. ഇവിടെ താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, വിച്ച് മോളിക്യൂൾസ് ഇൻ ദി ടേബിൾ കൺസിസ്റ്റ് ഓഫ് ദി സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ്. നമ്മൾ പറഞ്ഞു സെയിം ആറ്റംസ് ഉള്ള ക്ലോറിൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, 2ഉം ഓക്സിജൻ അല്ലേ, 2ഉം ക്ലോറിൻ, 2ഉം ഹൈഡ്രജൻ അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് ഉള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിനെന്താണ് പറയുക, സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് ഉള്ളതിന് എലമെൻസും ഡിഫറെൻറ്റ് ആറ്റംസ് ഉള്ളതിനെ കോമ്പൗണ്ട്സ് എന്നും പറയാം അല്ലേ. എലമെൻറ്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസ് മെയ്ഡ് അപ്പ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് അല്ലേ, ഒരേ ടൈപ്പ് ആറ്റംസ് കൂട്ടിച്ചേർത്തതാണ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ് കനോട്ട് ബി ഫർദർ ഡിവൈഡഡ് ഇൻ ടു കമ്പോണൻസ് ത്രൂ കെമിക്കൽ റിയാക്ഷൻ അല്ലേ. കെമിക്കൽ റിയാക്ഷൻസിലൂടെ അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല അല്ലെ, വിഭജിക്കാൻ കഴിയില്ല. പക്ഷേ കോമ്പൗണ്ട്സ് ആകുമ്പോൾ എന്താണ്, അതിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും അല്ലേ. CH4 അല്ലേ, കാർബൺ വേറെ ഹൈഡ്രജൻ വേറെ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. കോമ്പൗണ്ട്സ് ആർ പ്യുവർ സബ്സ്റ്റൻസ് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് ഓഫ് 2 or more എലമെൻറ്റ്സ് ഇൻ എ ഫിക്സഡ് റേഷ്യോ. ഒരു ഫിക്സഡ് റേഷ്യോ അല്ലേ, CO2 കാർബൺ ഡൈ ഓക്സൈഡ് ഒരു റേഷ്യോ ഉണ്ടാവും 1:2. അങ്ങനെ ഒരു ഫിക്സഡ് റേഷ്യോയിൽ എന്താണ് 2 or 3 എലമെൻറ്റ്സ് കൂടി ചേർന്ന് കമ്പൈൻ ചെയ്തുണ്ടാവുന്നതാണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് അല്ലേ. 2-3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റംസ് കൂടി ചേർന്നതാണ് കോമ്പൗണ്ട്സ്. ദീസ് ക്യാൻ ബി ഡിസോസിയേറ്റഡ് ഇൻ ടു കൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ത്രൂ കെമിക്കൽ റിയാക്ഷൻസ്. ഇതിനെന്താണ് നമുക്ക് ഡിസോസിയേറ്റ് ചെയ്യാൻ, വിഘടിപ്പിക്കാൻ കഴിയും അല്ലേ. കെമിക്കൽ റിയാക്ഷനിലൂടെ വിഘടിപ്പിക്കാൻ ഡിസോസിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് കോമ്പൗണ്ട്സ്. നെക്സ്റ്റ് കാറ്റഗറൈസ് ദീസ് ഫോളോവിങ് ഇൻ ടു എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. എലമെൻറ്റ്സും കോമ്പൗണ്ട്സും ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താ, 2 ഓക്സിജൻ ആറ്റം, 2 ഒരേ സെയിം ആറ്റം, അതായത് എലമെൻറ്റ്സ് ആണ്. വാട്ടറിൽ H2O എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ആറ്റംസ് ആണല്ലേ, 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ ആണ്, അതായത് കോമ്പൗണ്ട് ആണ്. നെക്സ്റ്റ് സാൾട്ട് എന്ന് പറയുന്നത് എന്താണ്, കോമ്പൗണ്ട് ആണ്. ഷുഗർ എന്ന് പറയുന്നതൊക്കെ മിശ്രിതങ്ങളാണല്ലേ, ഒന്ന് കോമ്പൗണ്ട് ആണ്. കാർബൺ എന്ന് പറയുന്നത് എന്താണ്, എലമെൻ്റ് ആണ്, അതിൽ കാർബൺ C മാത്രമേ ഉള്ളൂ. നൈട്രജൻ N2, നൈട്രജൻ എന്താണ്, 2 സെയിം ആറ്റംസ് ആണ്, അതും എന്താണ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ ഓക്സിജനും കാർബണും നൈട്രജനും മാത്രമാണ് എലമെൻറ്റ്സ് ഉള്ളത്, ബാക്കിയെല്ലാം എന്താണ് കോമ്പൗണ്ട് ആണ്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റംസ് കൂടി ചേർന്നിട്ടാണ്. സാൾട്ടിലൊക്കെ ഡിഫറെൻ്റ് ആറ്റംസ് ആണ് ഉള്ളത്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, മാഗ്നീഷ്യം ഓക്സൈഡ് ഒക്കെ എന്താണ് കോമ്പൗണ്ട് ആണ്, അതായത് അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റംസ് ആണുള്ളത്, സെയിം ആറ്റംസ് ഉള്ളത് എലമെൻറ്റ്സ് ആണ്. നെക്സ്റ്റ് സിംബൽസ്. ഈ സിംബലൊക്കെ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു, നമുക്ക് കെമിക്കൽ സിംബൽസ് അറിയാമല്ലേ, എലമെൻറ്റ് കാർബൺ എന്നുള്ളതിൻ്റെ C ആണ് അതിൻ്റെ സിംബൽ. ഓക്കെ, നൈട്രജൻ്റെ N ആണ് സിംബൽ. അതുപോലെ തന്നെയാണ് ഈ സിംബലൊക്കെ എന്താണ്, ഇതെന്താണ് റേഡിയോ ആക്റ്റീവ് ആണ്, ഇതെന്താണ് യൂണിസെഫ് ആണ്, ഇത് റെഡ് ക്രോസ് ആണ്, ഇത് റുപ്പീസ് അല്ലേ, ഇതെന്താണ് മെഡിക്കൽ സിംബലാണ്, ഇതെന്താണ് ലോ ഓർ അഡ്വക്കേറ്റ്, ഇതെന്താണ് പെഡിസ്ട്രിയൻ ക്രോസിംഗ്, ഇതെന്താണ് സ്കൂൾ സോൺ ആണ്. ഇത് രണ്ടും നിങ്ങൾ സ്കൂളിൻ്റെ റോഡ് സൈഡിൽ കണ്ടിട്ടുണ്ടാവും. അതേപോലെ നമുക്കിനി കെമിക്കൽ സിംബൽസ് പഠിക്കാനുണ്ട്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇതുപോലുള്ള കുറേ സിംബൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, സിംബൽസ് ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് കൺസെപ്റ്റ് ഇൻ എ ക്ലിയർ ആൻഡ് സിമ്പിൾ മാനർ.
ഒരു കൺസെപ്റ്റിനെ ക്ലിയർ ആയിട്ടും സിമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ സിമ്പൽ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് അതെന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ കാൽനടക്കാർക്ക് നടക്കാനുള്ളതാണ്, ഇവിടെ ക്രോസ് ചെയ്യാനുള്ളതാണ് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സിമ്പിൾസ് മേക്ക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻറ്ററപ്ഷൻ ഈസിയർ ആ കമ്മ്യൂണിക്കേഷനും ഇൻറ്ററപ്ഷനും എളുപ്പമാക്കുന്നു. സിമിലർലി സൈൻസ് ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് എലമെൻറ്റ്സ്. അതുപോലെ തന്നെ സൈൻസ് ഉണ്ട് എലമെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ. ദീസ് ആർ നോൺ ആസ് കെമിക്കൽ സിമ്പിൾസ്. അതിനെയാണ് കെമിക്കൽ സിമ്പിൾ എന്ന് പറയുന്നത്. എ സിമ്പിൾ റെപ്രസെൻറ്റ് ആൻ ആറ്റം ഓഫ് ആൻ എലമെൻറ്റ്. ഒരു എലമെൻറ്റിലുള്ള ആറ്റത്തെയാണ് സിമ്പിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മളെ കെമിക്കൽ സിമ്പിളിൽ. അതായത് കാർബണിൽ സി എന്ന് പറഞ്ഞ സിമ്പിൾ എന്താണ് കാർബൺ ആറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് കണ്ടുപിടിച്ചതാണ് ബെർസെലിയസ്. ദി മോഡേൺ സിമ്പിൾ സിസ്റ്റം ഓഫ് റെപ്രസെൻറ്റിംഗ് എലമെൻറ്റ്സ് ബൈ ലെറ്റേഴ്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എ സയൻറ്റിസ്റ്റ് നെയ്മഡ് ബെർസെലിയസ്. ഈ സയൻറ്റിസ്റ്റ് ബെർസെലിയസ് ആണ് ഈ മോഡേൺ സിമ്പിൾ സിസ്റ്റം കണ്ടുപിടിച്ചത് അതിനെ റെപ്രസെൻറ്റിങ് എലമെൻറ്റ്സ് ലെറ്റർ കൊണ്ട് എലമെൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം സൂചിപ്പിക്കാം ഓരോ ലെറ്റർ കാർബൺ എന്നതിനെ സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ആ ലെറ്റർ വെച്ചിട്ട് സി എന്നുള്ള ലെറ്റർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ള ആ മോഡേൺ സിമ്പിൾ സിസ്റ്റം കൊണ്ടുവന്നത് ബെർസെലിയസ് ആണ്. ഒറിജിൻ ഓഫ് സിമ്പിൾസ്. ദി എലമെൻറ്റ്സ് ഹൈഡ്രജൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ലെറ്റർ എച്ച്. അതായത് ആ എലമെൻറ്റിൻ്റെ ഫസ്റ്റത്തെ ലെറ്റർ ഹൈഡ്രജൻ എന്നുള്ളതിൻ്റെ ആ എച്ച് ആണ്. എച്ച് കൊണ്ടാണ് നമ്മൾ ഹൈഡ്രജനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്ത എലമെൻറ്റ്സും അതിൻ്റെ സിമ്പിൾസും ഇവിടെ തന്നിട്ടുണ്ട്. കൂടുതൽ നമ്മൾ ആഡ് ചെയ്യണം. അതായത് കാർബണിൻ്റെ ഫസ്റ്റ് ലെറ്ററായ സി ആണ് അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. നൈട്രജൻ്റെ എൻ ഫസ്റ്റത്തെ ലെറ്റർ, സൾഫർ എസ്, ഓക്സിജൻ ഒ അതിൻ്റെ സിമ്പിൾസ് ആണ്. അതുപോലെ ഫ്ലൂറിൻ്റെ ഫസ്റ്റ് ലെറ്റർ എഫ്, സൾഫർ എസ്, ഫോസ്ഫറസിൻ്റെത് പി, അയഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഐ. ഇതൊക്കെയാണ് അതിൻ്റെ സിമ്പിൾസായി വരുന്നത്. ദി എലമെൻറ്റ് ഹീലിയം ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി സിമ്പിൾ എച്ച് ഇ. ഹീലിയത്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത് എച്ച് ഇ എന്നാണ്. അതിൻ്റെ ഫസ്റ്റത്തെ 2 ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ വേറെയും സിമ്പിൾസ് വരുന്നുണ്ട് അതായത് ആ ഫസ്റ്റ് ലെറ്ററിൻ്റെ കൂടെ ഇതിലുള്ള വേറെ ഏതെങ്കിലും ഒരു ലെറ്റർ കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള 2 ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ഉണ്ട്. അതിന് എക്സാമ്പിൾസ് ഏതാണ് അലൂമിനിയം AL, ക്ലോറിൻ ഏതാണ് CL ഫസ്റ്റ് 2 ലെറ്റർ അല്ല, ഫസ്റ്റത്തെ ഒരു ലെറ്ററും ഇതിലുള്ള ഏതെങ്കിലും ഒരു ലെറ്റർ കൂടി കൂട്ടിച്ചേർത്തിട്ട് ക്യൂരിയം എന്നുള്ളതിന് CM, കാൽഷ്യം എന്നുള്ളതിന് CA കാൽഷ്യം. അതൊക്കെയാണ് ഇതിൻ്റെ സിമ്പിൾസ്. ഇതിലുള്ള ഫസ്റ്റത്തെ ലെറ്റർ അപ്പർ കേസിലെ അതായത് ക്യാപിറ്റൽ ലെറ്ററിലും ദെൻ സെക്കൻഡ് ലെറ്ററോ അല്ലെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ലെറ്ററോ അതെന്താണ് സ്മോൾ ലെറ്ററിലോ ആണ് ഡിനോട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള സിമ്പിൾസിന് വേറെ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ടൈറ്റാനിയത്തിന് എന്താണ് TI എന്നാണ് ക്യാപിറ്റൽ ടിയും സ്മോൾ ലെറ്റർ ഐയും. റുബീഡിയം RB, ബേരിയം BA, മാംഗനീസ് MN. ചില എലമെൻസിന് എന്താണ് അതിൻ്റെ ലാറ്റിൻ നെയിമിനെ ബേസ് ചെയ്തിട്ടാണ് സിമ്പിൾ കൊടുക്കുന്നത്. അതായത് സോഡിയത്തിൻ്റെ ലാറ്റിൻ നെയിം ഏതാണ് നാട്രിയം എന്നാണ്. അതായത് അതിൻ്റെ സിമ്പിൾ ഇതിൻ്റെ ലാറ്റിൻ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ Na എന്നാണ്. പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നെയിം കാലിയം എന്നാണ്. അപ്പോൾ K എന്ന് കൊടുത്തു അയണിൻ്റെത് ഫെറം, അതിൻ്റെതാണ് Fe. അയണിന് നമ്മൾ സിമ്പിൾ എന്താണ് Fe ആണ്. അത് അതിൻ്റെ ലാറ്റിൻ നെയിമിൻ്റെ ഫസ്റ്റത്തെ 2 ലെറ്ററാണ്. ഗോൾഡിൻ്റെത് ഓറം എന്നാണ്, അതുകൊണ്ട് AU. കോപ്പർ കുപ്രം CU. സിൽവർ വെള്ളിയുടെ ലാറ്റിൻ നെയിം എന്താണ് അർജൻറ്റം എന്നാണ്. അതിൻ്റെ AG എന്നുള്ളതാണ് അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ആ ലാറ്റിൻ നെയിം എന്ന് ടിന്നിൻ്റെത് സ്റ്റണ്ണൻ എന്നാണ്, അതുകൊണ്ട് തന്നെ അതിലുള്ള SN ആണ് സിമ്പിൾ. ആൻറ്റിമണിൻ്റെത് എന്താണ് സ്റ്റിബിയം എന്നാണ്, അതുകൊണ്ട് SB ആണ് സിമ്പിൾ. മെർക്കുറിയുടെ ലാറ്റിൻ നെയിം ഹൈഡ്രാഗൈറം എന്നാണ്, അതുകൊണ്ട് HG. മെർക്കുറിയെ നമ്മുടെ സിമ്പിൾ എന്താണ് HG എന്താണ് മെർക്കുറിയാണ്. ഹൗ എലമെൻറ്റ്സ് ഗോട്ട് ദർ നെയിംസ്. എലമെൻറ്റ്സിന് എങ്ങനെയാണ് അവയുടെ നെയിം കിട്ടിയത്. When you hear the name of the elements francium and einsteinium, don't you recall the country France and the scientist Einstein? നമ്മൾ ഈ ഫ്രാൻസ് എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഫ്രാൻസ് എന്നുള്ള കൺട്രിയാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഐൻസ്റ്റീനിയം എന്ന് കേൾക്കുമ്പോൾ ഐൻസ്റ്റീനെയാണ് ഓർമ്മ വരുന്നത് സയൻറ്റിസ്റ്റ് എലമെൻറ്റ്സ് ആർ നെയ്മഡ് നോട്ട് ഓൺലി ഓൺ ദി ബേസിസ് ഓഫ് കൺട്രി ആൻഡ് സയൻറ്റിസ്റ്റ്. ഇങ്ങനെ കൺട്രിയും സയൻറ്റിസ്റ്റിൻ്റെയും മാത്രം ബേസിസിലല്ല എലമെൻറ്റ്സിന് നെയിം കൊടുക്കുന്നത്, ബട്ട് ആൾസോ ഓൺ ദി ബേസിസ് ഓഫ് കളർ, നെയിം ഓഫ് പ്ലാനറ്റ്, സാറ്റലൈറ്റ്സ്, കോണ്ടിനെൻറ്റ്സ്. അതുപോലെ കളർ, പ്ലാനറ്റിൻ്റെ നെയിം, സാറ്റലൈറ്റ്, കോണ്ടിനെൻറ്റ്സിൻ്റെ നെയിമൊക്കെ ബേസിൽ എന്താണ് എലമെൻറ്റ്സിന് പേര് കൊടുക്കുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് ഹൗ എലമെൻറ്റ്സ് ഗിവൺ ബിലോ ഗോട്ട് ദർ നെയിംസ്. എങ്ങനെയാണ് ഈ എലമെൻറ്റ്സിന് പേര് കിട്ടിയതെന്ന് കണ്ടുപിടിക്കാൻ. ക്രോമിയം എന്നുള്ള നെയിം കിട്ടിയത് എവിടെ നിന്നാണ്? ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് ക്രോമ എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ ക്രോമിയം എന്നുള്ള നെയിം കിട്ടിയത്. അതായത് മീൻസ് എന്താണ് കളർ എന്നുള്ള മീനിങ് ആണ്. ഇറിഡിയം ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് ഐറിസ് വിച്ച് മീൻസ് റെയിൻബോ. റെയിൻബോ എന്നർത്ഥം വരുന്ന ഗ്രീക്ക് വേർഡായ ഐറിസിൽ നിന്നാണ് ഈ ഇറിഡിയം എന്നുള്ള എലമെൻറ്റിൻ്റെ നെയിം കണ്ടുപിടിച്ചത്. അതായത് ഈ ഇറിഡിയം ഉപയോഗിച്ചിട്ട് എന്താണ് കുറേ കളേഴ്സ് നിർമ്മിക്കാൻ കഴിയും. അതായത് റെയിൻബോ എന്ന് പറയുന്നത് അതിലെന്താണ് വിബ്ജിയോർ എന്ന 7 കളേഴ്സ് ഉണ്ട്. നെപ്റ്റ്യൂണിയം ഡിറൈവ്ഡ് ഫ്രം ദി പ്ലാനറ്റ് നെയിം നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂൺ പറഞ്ഞ പ്ലാനറ്റിൻ്റെ നെയിമിൽ നിന്നാണ് നെപ്റ്റ്യൂണിയം ഉണ്ടാക്കിയത്, ഡിറൈവ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സിലെ എലമെൻറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനിലെ പീരിയോഡിക് ടേബിൾ വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.